പാപത്തെ അത്ര കണ്ട് ഗൗരവമായിട്ട് എടുക്കുക, നിസ്സാരമായിട്ട് എടുക്കാത്തതിന് കാരണം ഒരുവന്റെ മേൽ സ്വർഗത്തിന്റെ മുഴുവൻ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്നത് ബന്ധത്തിലാണ്. ഐ ഹാവ് എ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്. സ്വർഗത്തോടൊരു ബന്ധമുള്ളത് കൊണ്ടാണ് സ്വർഗത്തിന്റെ മുഴുവൻ അനുഗ്രഹങ്ങൾ എൻ്റെ മേൽ വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ലെങ്കിലോ, എനിക്ക് അങ്ങനെ ഒരു കൂട്ടായ്മയില്ലെങ്കിലോ, നമ്മൾക്കൊരു റിലേഷനുള്ള, നമ്മളെയൊക്കെ പലരും സഹായിക്കുകയും സഹായിക്കാനൊക്കെ മുന്നോട്ട് വരികയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നതിന് കാരണം എന്താ? നമുക്ക് there is a റിലേഷൻഷിപ്പ്, ബന്ധമുള്ളത് കൊണ്ടാണ്. ദൈവത്തോട് ബന്ധം, സ്വർഗത്തോടൊരു ബന്ധമുള്ളവനെ സ്വർഗം നിരന്തരം സഹായിക്കുകയാണ്. അപ്പൊ പാപം മൂലം സംഭവിക്കുന്നതിനാ ഈ സ്വർഗത്തോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുക, ദൈവത്തോട് ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത്, അനുദപിക്കുന്ന ഒരു പാപി ഓർത്ത് ബാക്കി പറ സ്വർഗം സന്തോഷിക്കുന്നു. സ്വർഗത്തിൽ സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താ? ആ സ്വർഗത്തോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതാണ് പാപം മൂലം. ആ പാപത്തെ ഓർത്ത് അനുദപിച്ച് തിരിച്ചു വന്നപ്പോ ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു. അതുകൊണ്ടാണ് സ്വർഗം സന്തോഷിക്കുന്നത്. എവിടെയൊക്കെ ബന്ധത്തിന്റെ പുനഃസ്ഥാപനങ്ങൾ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്. വർഷങ്ങളായി തകർന്നു പോയ സഹോദര ബന്ധങ്ങൾ, ദാമ്പത്യ ബന്ധങ്ങൾ, മക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ, സഭയുമായിട്ടുള്ള ബന്ധങ്ങൾ, കൂദാശയുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ അനുഭവിക്കുന്ന ഒരു ആത്മീയ ആനന്ദമുണ്ട്. അനുഭവിക്കുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബന്ധത്തിന്റെ എല്ലാ പുനഃസ്ഥാപനങ്ങളിലും അനുഭവിക്കുന്ന ഒരു ആത്മീയ ആനന്ദമുണ്ട്, ആത്മീയ ആനന്ദം. അത് നമ്മൾ എന്നും മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. അപ്പോ പാപം മൂലം സംഭവിക്കുന്നത് സ്വർഗത്തോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ്. ഇനി കർത്താവ് പത്രോസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വർഗത്തിന്റെ താക്കോല് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. സ്വർഗം തുറക്കാൻ ഉള്ള അധികാരം നിനക്ക് ഞാൻ തരുന്നു, സ്വർഗത്തിന്റെ താക്കോൽ എന്ന് പറയുമ്പോൾ മറ്റു വാക്യം പറഞ്ഞാൽ സ്വർഗം ഒരുവന്റെ മുമ്പിൽ അടഞ്ഞു പോകുന്നത് ഒരുവൻ പാപം ചെയ്യുമ്പോൾ മാത്രമാണ്. ഒരുവന്റെ മുമ്പിൽ സ്വർഗം അടയ്ക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത് പാപം ചെയ്യുമ്പോൾ മാത്രമാണ്. ആ സ്നേഹത്തിൽ നിന്നും ഒരുവൻ വിച്ഛേദിക്കപ്പെടുമ്പോൾ മാത്രമാണ് സ്വർഗം തന്നെയായ ദൈവം തന്നെ ആ സ്നേഹത്തിന്റെ അനുഭവത്തിൽ നിന്നും ഒരുവൻ വിച്ഛേദിക്കുന്നത്. സ്വർഗം എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിന്റെ ഏറ്റവും പരമോന്നതമായ സ്നേഹത്തിന്റെ ഐക്യമാണ് സ്വർഗം എന്ന് പറയുന്നത്. ഈ ഐക്യം വിച്ഛേദിക്കപ്പെടുമ്പോൾ ഒരുവൻ സ്വർഗത്തിന്റെ അനുഭവത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുകയാണ്. ഇനി പത്രോസിനെ സ്വർഗത്തിന്റെ താക്കോൽ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരുവൻ വീണ്ടും ഈ സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആ പാപത്തെ ഏറ്റുപറയാനും പാപത്തിന്റെ മേൽ അനുദപിക്കാനും കർത്താവിന്റെ കരുണ സ്വന്തമാക്കേണ്ടതും ആവശ്യമാണ്. പത്രോസിന് കർത്താവ് സ്വർഗത്തിന്റെ താക്കോൽ നൽകി എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് കർത്താവ് കൊടുത്ത പാപമോചനത്തിന്റെ അധികാരമാണ്. പാപം മോചിക്കപ്പെടുമ്പോൾ വീണ്ടും സ്വർഗത്തിന്റെ അവകാശിയായിട്ട് മാറും. അടയ്ക്കപ്പെട്ട സ്വർഗം തുറക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. ഈ പാപമോചനത്തിലൂടെയാണ് പാപം മൂലം അടഞ്ഞുപോയ സ്വർഗം തുറക്കപ്പെടുന്നത്. ഈ അധികാരം, സ്വർഗം തുറക്കാനുള്ള അധികാരം കർത്താവ് സഭയ്ക്ക് കൊടുത്തു, പത്രോസിന് കൊടുത്തു, സഭയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥമാക്കേണ്ടത്. അപ്പൊ പാപം മോചിക്കാനുള്ള അധികാരം കർത്താവ് സഭയിലൂടെ അല്ലെങ്കിൽ അപ്പസ്തോലിക പാരമ്പര്യത്തിലൂടെ ഇന്നും സഭയിലൂടെ കുമ്പസാരം എന്ന കൂദാശയിലൂടെ ഈ അധികാരമാണ് എന്താണ്? അടഞ്ഞുപോയ സ്വർഗം, തകർന്നുപോയ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടാൻ പാപമോചനത്തിന്റെ അധികാരം കർത്താവ് നൽകിയിരിക്കുക. ഇനി വചനം തുറന്നു വായിക്കണം. എന്നാൽ നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചന, അപ്പോൾ നമ്മൾ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ വായിക്കേ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ശ്രദ്ധിച്ചേക്കണേ. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ, ഇഫ് യു കൺഫസ് യുവർ സിൻസ്, പാപങ്ങൾ പറയുന്നെങ്കിൽ അവൻ നീതിമാനും വിശ്വസ്തനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ഇത് പ്രോമിസാണ്, ഇത് വാഗ്ദാനം കൂടിയാണ്. അപ്പൊ എവിടെയൊക്കെ പാപം മൂലം മലിനമായി പോയിട്ടുണ്ടോ, എവിടെയൊക്കെ പാപം മൂലം സത്യത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയിട്ടുണ്ടോ, ഇതെല്ലാം പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നില്ല, സ്വർഗത്തിന്റെ മുഴുവൻ അനുഗ്രഹങ്ങൾ ഒരു ആത്മാവിലേക്ക് വർഷിക്കപ്പെടുകയാണ്. ഇനി ഒരുവന്റെ ആത്മാവിന്റെ ക്ഷേമസ്ഥിതി അനുസരിച്ചാണ്
അവന്റെ ബാക്കി എല്ലാ മേഖലകളിലും അനുഗ്രഹം ഉണ്ടാകുന്നേ. നമ്മൾ പറയും, അച്ഛൻ എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാത്ത, എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടാത്ത എന്താ, സാമ്പത്തികം അനുഗ്രഹിക്കപ്പെടാത്ത എന്താ, എൻ്റെ രോഗം മാറാത്ത എന്താ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. എന്താ ഈ തടസ്സം മാറാത്ത, ഈ പ്രതിസന്ധി മാറാത്ത എന്നൊക്കെ. ആത്മാവിൻ്റെ ഒരു അനോയിന്റിങ് അല്ലെങ്കിൽ ആത്മാവിൻ്റെ ക്ഷേമസ്ഥിതി അത് പരിക്കേറ്റ് കിടക്കുവാണെങ്കിൽ, തകർന്നു കിടക്കുവാണെങ്കിൽ, സ്വാഭാവികമായിട്ടും ആത്മാവ് രോഗിയാണെങ്കിൽ ശരീരത്തിലും മനസ്സിലും തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും നിരന്തരമായ അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആത്മാവിൻ്റെ ക്ഷേമസ്ഥിതിക്കനുസരിച്ചാണ് ബാക്കി ലോവർ തലങ്ങളിലൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾ യോഹന്നാന്റെ ലേഖനം, മൂന്നാമത്തെ ലേഖനം എടുത്തേ. മൂന്നാമത്തെ ലേഖനം അതിന്റെ 2-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യം ഉണ്ടാകും. അപ്പൊ ആത്മാവ് ക്ഷേമസ്ഥിതിയിൽ അല്ലെങ്കിലോ, ക്ഷേമസ്ഥിതി എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഏറ്റവും ഉന്നതമായ ക്ഷേമസ്ഥിതിയാണ് ദൈവാത്മാവിനോട് ഐക്യപ്പെടുക, ആ സ്നേഹത്തിന്റെ ഐക്യം സൂക്ഷിക്കുക എന്നുള്ളത്. പാപം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഈ സ്നേഹത്തിൽ നിന്നാണ് ഒരു അകന്നു. അതുകൊണ്ടാണല്ലോ ധൂർത്തപുത്രന്റെ ഉപമ വായിക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, അല്ലെ, ഈ മകൻ ആ പിതാവിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്ന വഴിക്ക് ഇവനെല്ലാം നഷ്ടപ്പെട്ടു, ഓരോന്നോരോ നഷ്ടപ്പെട്ടു. സമ്പത്ത് നഷ്ടപ്പെട്ടു, കൂട്ടുകെട്ട് നഷ്ടപ്പെട്ടു, അവന്റെ വിശുദ്ധിയുടെ വെള്ളവസ്ത്രത്തിന് കളങ്കമേറ്റു. അവസാനം പന്നിക്കൂട്ടിലെത്തി. പന്നി തിന്നുന്ന തവിട് തിന്നാൻ തുടങ്ങുമ്പോഴാണ് ഒരു സുബോധം ഉണ്ടാകുന്നത്. പന്നിക്കൂട്ടിലെത്താന്ന് പറഞ്ഞാൽ അവൻ മൃഗതുല്യമായി നടത്താം. മനുഷ്യനായിരുന്ന മകനായിരുന്നവൻ ആ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയപ്പോ അകന്നകന്നകന്നകന്ന് അവസാനം മൃഗതുല്യമായ അവസ്ഥയിലേക്ക് എത്തി. എവിടെയൊക്കെ അവസ്ഥ അങ്ങനെയാ, മൃഗതുല്യമായ അവസ്ഥയാ. ഹല്ലേലൂയ. മൃഗങ്ങൾ പോലും ചിലപ്പോൾ ചെയ്യാത്ത കാര്യങ്ങളാണ് ചിലരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്നേഹത്തിൽ നിന്ന് അകലുകയും ഈ സത്യദൈവത്തിന്റെ ഐക്യം വിച്ഛേദിക്കപ്പെടും, ദൈവത്തെ ആരാധിക്കാനൊക്കെ വിസമ്മതിക്കുകയും ചെയ്യുമ്പോൾ വചനം തന്നെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് എന്നാണെന്നറിയോ, പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിലേക്ക് പോലും നമ്മൾ വീണുപോകുന്ന പറഞ്ഞത്. പ്രകൃതിയിൽ പോലും നമ്മൾ ആണും ഇണചേരുന്നല്ല നമ്മൾ കാണുന്നത്, ആണും പെണ്ണും ഇണചേരുന്ന കാണുന്നത്, അല്ലേ? പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ പോലും. ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. അമേരിക്കയിലുള്ള LGBTQ+ഉം ഒക്കെ ആയിട്ടുള്ള ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തിലും ആ മൈനറായിരിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിക്കാനോ ലിംഗമാറ്റത്തിനോ ഒന്നും അനുവാദം കൊടുക്കില്ല. അതെല്ലാം സ്കൂളുകളിൽ നിന്നൊക്കെ ലിബറൽ ചിന്താഗതിയൊക്കെ എടുത്ത് മാറ്റുക. പണ്ട് കാലത്ത് കേട്ടുകളിവില്ലാത്ത എന്നിട്ട് കുടുംബങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ പോവാ, ഫാമിലി ബന്ധങ്ങൾക്ക്. ആണും കല്യാണം കഴിക്കുക, പെണ്ണും കല്യാണം കഴിക്കുക. നിങ്ങൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എടുത്ത്, ഇത് വചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം. ദൈവത്തെ അംഗീകരിക്കാതെ വരുമ്പോൾ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം സ്നേഹം ഒക്കെ കൊടുക്കാതെ വരുമ്പോൾ അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. സത്യത്തോട് ഒരു ബന്ധവുമില്ല, തങ്ങളുടെ അനീതിയിൽ പൊക്കൊണ്ടിരിക്കുക, തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊക്കൊണ്ടിരിക്കുക, സത്യത്തെ തളച്ചിടുന്നു. പിന്നെയോ ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായിട്ടറിയാം, ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാലത്തിന്റെ പൂർണ്ണതയിൽ സ്വന്തം പുത്രനിലൂടെ ആ വെളിപാടിന്റെ പൂർണ്ണത നമുക്ക് നൽകിയിട്ടുമുണ്ട്. വർഷങ്ങളായിട്ട്, കാലങ്ങളായിട്ട് ദൈവം തന്നെ പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവസാന കാലത്ത് സ്വന്തം പുത്രനിലൂടെ വെളിപ്പെടുത്തി. ഇപ്പോ തൻ്റെ ആത്മാവിലൂടെ ദൈവം ഈ വെളിപ്പെടുത്തൽ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വചനം പറയാണ്, ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടത്തെ അനന്തശക്തിയും, ദൈവത്തിന്റെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. വിശുദ്ധ അഗസ്റ്റിന്റെ മെഡിറ്റേഷനിൽ നമ്മൾ കാണുന്നതാണ്, ഒരു സൃഷ്ടിയിലേക്ക് ഒരു ദൈവ പൈതൽ ആത്മാർത്ഥമായിട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവൻ എത്തുന്നത് അതിന്റെ സൃഷ്ടാവിലേക്കാണ്. സാധനം ഉണ്ടാകുന്ന സൃഷ്ടാവ് ഉണ്ടാകണമല്ലോ. അപ്പൊ അതേക്കുറിച്ച് അറിയാൻ കഴിയുന്നതെല്ലാം ശാസ്ത്രത്തിലൂടെയും അല്ലാതെയൊക്കെ നമുക്ക് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. എന്ന് പറയാണ്, അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. ദർ ഈസ് നോ എക്സംഷൻ എന്ന് പറയാണ്. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും
അവിടത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ പറ. മറിച്ച് പിന്നെ അവരെന്നാ ചെയ്തേ? അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിലാണ്ടുപോവുകയും ചെയ്തു. വിവേകരഹിതമായ ഹൃദയം. എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നറിയാമോ? വിശ്വാസരാഹിത്യത്തിന്റെ മൂലം കഠിനമായി പോയ ഹൃദയം എന്ന് പറയുന്ന പോലെ ഇവിടെ പറയാണ്, വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. ലോകത്തിന്റെ മുമ്പിൽ വലിയ ജ്ഞാനികളാണ്, പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം ഭോഷത്വമാണ്. ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ എല്ലാം വലിയ അറിവുള്ളവരാണ്, കഴിവുള്ളവരാണ്, പക്ഷെ ജീവിതം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം ഭോഷത്വമാണ്. എന്നിട്ട് പറയാണ്, അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, ദൈവത്തിന് കൊടുക്കേണ്ട സ്നേഹം, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം അതിനേക്കാളും വില കുറഞ്ഞ ഒന്നിലേക്ക് കൈമാറി. ഇതിനെയാണ് സഭ വിഗ്രഹാരാധന എന്ന് വിളിക്കുന്നത്. അതായത് ഈ സ്നേഹത്തിലും താണമറ്റൊന്നിനെ ഇതിനുപരിയായി ഒരു ദൈവവേദന സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അത് വിഗ്രഹാരാധനയായിട്ട് മാറും. അതുകൊണ്ടാണ് ചില പ്രണയ ബന്ധങ്ങൾ പോലും വിഗ്രഹാരാധനയാണ് എന്ന് പറയുന്നത്. കാരണം എന്താ? ഇപ്പൊ ദൈവത്തിന് കൊടുക്കാൻ സമയമില്ല. ഈ ബന്ധം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ പള്ളിയിൽ പോകാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല, കുരിശ് വരയ്ക്കാൻ സമയമില്ല, വചനം വായിക്കാൻ സമയമില്ല. ദൈവത്തിനുണ്ടായിരുന്ന സകല ബന്ധങ്ങളും മുറിഞ്ഞിട്ട് അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ബന്ധം നിൽക്കുക. ചിലപ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ 4-5 മണിക്കൂർ സംസാരിക്കാൻ സമയമുണ്ട്, മെസ്സേജ് അയക്കാൻ സമയമുണ്ട്, എല്ലാറ്റിനും സമയമുണ്ട്. സ്നേഹത്തിന്റെ തലം മാറി. ദൈവത്തിന് കൊടുക്കേണ്ട 1-ാം സ്ഥാനം മാറി ഇന്ന് മറ്റൊരു മനുഷ്യന് കൊടുക്കാൻ തുടങ്ങി. അത് 1-ാം പ്രമാണത്തിന്റെ ലംഘനമാണ്. സിൻ അഗൈൻസ്റ്റ് ഫസ്റ്റ് കമാൻഡ് വിഗ്രഹാരാധനയാണ്. ഹല്ലേലൂയ. മറ്റു പാപമാണ്, തിന്മയാണ്. അത് തിന്മയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ശത്രു നമ്മളെ ഇങ്ങനെയുള്ള ചില ബന്ധങ്ങളിൽ കുടുക്കിയിടുക. നമ്മൾ ആ ഒരു ബന്ധത്തിൽ, ആ മായാവലയത്തിൽ കുറെ നാളുകൾ പോകും. പിന്നെ ആ ബന്ധത്തിൽ തന്നെ നമുക്ക് മുറിവേൽക്കും. കാരണം ദൈവമില്ലാത്ത ബന്ധമാണെങ്കിൽ ഉറപ്പായിട്ട് ആ ബന്ധത്തിൽ നമുക്ക് മുറിവുണ്ടാവും. ആ ബന്ധത്തിൽ എവിടെയെങ്കിലും വെച്ച് നമ്മൾ തകർക്കപ്പെടും, മുറിവേൽപ്പിക്കപ്പെടും, അസ്വസ്ഥതകൾ അനുഭവിക്കേണ്ടി വരും. ഒരു സംശയമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് ഒരു ബന്ധവും നമുക്കില്ല. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിന് തന്നെ കൊടുക്കണം. ആ സ്നേഹം നമ്മൾ പറയും. ഞാൻ യുവാക്കളോടൊക്കെ പറയാനുള്ള കാര്യമാണ്, നിങ്ങൾ ആദ്യം ഈശോയെ സ്നേഹിക്കുക, എന്നിട്ട് നിങ്ങൾ ആരെ വേണേലും സ്നേഹിച്ചോ, കുഴപ്പമില്ല. ആദ്യം ഈശോയെ സ്നേഹിക്കുക, പൂർണ്ണമായിട്ട് ഈശോയെ സ്നേഹിക്കുക. ഒരു കമ്മിറ്റ്മെന്റ്, ഈശോയുടെ ഒരു കമ്മിറ്റ്മെന്റ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ആരോട് വേണമെങ്കിലും കമ്മിറ്റ് ചെയ്തോ, ദെയർ ഈസ് അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. ആ കമ്മിറ്റ്മെന്റിൽ, ആ ബന്ധത്തിൽ പാപം ചെയ്യില്ല. അതല്ലാതെ എങ്ങനെയാണെന്നറിയാവോ? ഇങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, അവിടെ കണ്ട് ഇവിടെ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്യും, ഒരു കമ്മിറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അവസാനം ദൈവത്തോടുള്ള സകല കമ്മിറ്റ്മെന്റും മറന്നുപോകും. അവസാനം പാപത്തിൽ അവസാനിക്കുന്ന രീതിയിൽ, അശുദ്ധിയിൽ അവസാനിക്കുന്ന രീതിയിൽ, ജഡികമായ ജീവിതത്തിന്റെ ഏറ്റവും അധപ്പതിച്ച അവസ്ഥയിലേക്ക് എത്തുന്ന രീതിയിൽ ചില ബന്ധങ്ങൾ മാറും. കാരണം എന്താ? എവിടെയോ വെച്ച് ഈശോയോടുള്ള കമ്മിറ്റ്മെന്റ് നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ബന്ധങ്ങൾ പാപത്തിൽ അവസാനിക്കുന്നത്. പരിശുദ്ധമായ ബന്ധങ്ങളൊന്നും പാപത്തിൽ അവസാനിക്കില്ല. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ആത്മാവിൽ ആരംഭിച്ച നല്ല ബന്ധങ്ങളാണെങ്കിൽ അത് ശരീരത്തിൽ അവസാനിക്കില്ല. അത് ഭോഷത്വമാണെന്നാണ് ഗലാത്യ 3:3 പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആത്മാവിൽ ആരംഭിച്ചത് ജഡത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം ഭോഷരാണോ നിങ്ങൾ എന്നാ പൗലോസിനെ ചോദിക്കുന്നത്. അപ്പൊ ബന്ധങ്ങളിൽ യഥാർത്ഥ പരിശുദ്ധി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് യേശുവിനോടുള്ള കമ്മിറ്റ്മെന്റിൽ, ബന്ധത്തിൽ നമ്മൾ ആരംഭിച്ച ബന്ധമാണ്. അതല്ല എങ്കിൽ ഈ ബന്ധത്തിൽ നമ്മൾ എവിടെയോ മുറിഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ നോക്കിയോ, അതിനകത്ത് ഒരു സംശയമില്ല. അത് ദാമ്പത്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ യുവാക്കൾ ദാമ്പത്യത്തിലാണെങ്കിൽ പോലും, ദാമ്പത്യത്തിൽ വിവാഹത്തിന്റെ സമയത്ത് തമ്പുരാൻ ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് ഈശോയോടുള്ള ഒരു ബന്ധത്തിലാണ് ഒരു ഉടമ്പടി ചെയ്യുന്നത്. ഇറ്റ്സ് എ കവനന്റൽ റിലേഷൻഷിപ്പ് എന്നാ പറയുന്നത്. ഉദാശയാണ്, ഇറ്റ്സ് എ സാക്രമെന്റ് ആസ് വെൽ ഇറ്റ്സ് എ കവനന്റൽ റിലേഷൻഷിപ്പ് ആണ്. ദമ്പതിമാരും ദൈവവുമായിട്ടുള്ള
ഒരു കവനന്റൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒരു റിലേഷൻഷിപ്പ്. എഗ്രിമെന്റ് ഒന്നുമല്ല, ഇറ്റ്സ് എ കവൻ, ഉടമ്പടി ബന്ധമാണ്. അപരൻ ബ്രേക്ക് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായ പോലെ നമ്മൾ ബ്രേക്ക് ചെയ്യില്ല. അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. അതാണ്. ഞാൻ ഒരിക്കലും ഈ ബന്ധം മുറിക്കില്ല. ഭാര്യ വന്നുകൊണ്ട് പറഞ്ഞാൽ എനിക്ക് ഡൈവേഴ്സ് വേണമെന്ന് പറഞ്ഞാൽ ഭർത്താവ് പറഞ്ഞു ഞാൻ തരികയില്ല, തരികയില്ല, ഡൈവേഴ്സ് തരേണ്ട കാര്യമില്ല എന്ന് പറയുന്ന പോലെയാണ് ഞാൻ ഈ ബന്ധം മുറിക്കും. അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ഒരു സ്ഥലത്ത്, ദൈവം മറ്റു സ്ഥലത്ത്. ഇതാണ് ഉടമ്പടി. ഭാര്യയും ഭർത്താവും കൂടിയും ദൈവത്തോട് ചെയ്ത ഉടമ്പടിയാണ് ദാമ്പത്യം എന്ന് പറയുന്നത്. ഈ ബന്ധത്തിൽ ഈ ഉടമ്പടി ബന്ധത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ യഥാർത്ഥത്തിൽ ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ അസ്വസ്ഥതകളായിട്ട് മാറും. അതായത് എപ്പോൾ ഈ ദാമ്പത്യം ദൈവത്തിൽ നിന്ന് അകലുന്നുവോ അപ്പോൾ ഇവരുടെ ദാമ്പത്യ പരസ്പര സ്നേഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കാരണം അവിടെ ഈ സ്നേഹത്തിൽ നിന്ന് അകലുമ്പോൾ നിശ്ചയമായിട്ടും അതിനേക്കാളും വില കുറഞ്ഞ ഒരു സ്നേഹത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കാൻ പറ്റും. അപ്പൊ എപ്പോഴൊക്കെ നമ്മൾ ദൈവസ്നേഹത്തിൻ്റെ ആത്മാവ് ആഴമായ ദൈവസ്നേഹ ഐക്യത്തിൽ നിന്നും അകലുന്നുവോ ആ സ്നേഹത്തിന്റെ വിടവിൽ അതിനേക്കാളും വില കുറഞ്ഞ മറ്റെന്തെങ്കിലുമേക്ക് നമ്മുടെ സ്നേഹത്തെ അവൻ ചലിപ്പിക്കും. എന്തെങ്കിലും വില കുറഞ്ഞില്ല. ചിലപ്പോൾ ചിലവരൊക്കെ മണിക്കൂറുകൾ കണ്ടിട്ടില്ലേ, മൊബൈൽ ഫോണ്, വീഡിയോ ഗെയിം, എന്തെല്ലാം കാര്യങ്ങളിലാണ് അഡിക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. വില കുറഞ്ഞതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ വിലയറിയാതെ വിലകെട്ടതിന്റെ പുറകെ പോവുകയും വില കുറഞ്ഞതിൽ സന്തോഷവും ആനന്ദവും കണ്ടെത്താൻ ശ്രമിക്കുന്ന എത്രയോ പേരുണ്ട്. വളരെ ചീപ്പായിട്ടുള്ള കാര്യങ്ങളിൽ, വളരെ ചീപ്പായിട്ടുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ശ്രദ്ധിച്ചു കേട്ടോ, അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. അതുകൊണ്ട് ഇനി വായിക്കേ, ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. അശുദ്ധിക്ക് വിട്ടുകൊടുത്തു, അലൗഡ്, വിട്ടുകൊടുത്തു. അല്ലെ, പിശാചിനെ ദൈവം പ്രലോഭിപ്പിക്കാൻ അനുവദിക്കും, അവന്റെ സ്വഭാവത്തിന് വിട്ടുകൊടുക്കും എന്ന് പറയുന്ന പോലെ ദൈവത്തെ ആരാധിക്കാൻ വിസമ്മതിച്ച കാരണം, ദൈവത്തെ ദൈവമായി അംഗീകരിക്കാതിരുന്നത് കാരണം അവരെ ശരീരങ്ങൾ പരസ്പരം അവമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്തെന്നാൽ അവർ ദൈവത്തിന്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. ദൈവത്തെ ഉപേക്ഷിച്ച് പിശാചിനെ സ്വീകരിച്ചെന്ന്. അതാണ് മറ്റ് എളുപ്പവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തെ ഉപേക്ഷിച്ച്. യോഹന്നാൻ 14:6 ഞാനാണ് വഴിയും സത്യവും ജീവനും. ഹെബ്രായ 10:26 വചനം പറയുന്നത്, സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്യുന്നെങ്കിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഇനി ഒരു ബലി അർപ്പിക്കുന്നില്ല. കാരണം എന്താ? ബോധപൂർവം ഈ ബലി എനിക്ക് വേണ്ടിയുള്ള എൻ്റെ ആത്മരക്ഷയുടെ ബലി ഞാൻ തിരസ്കരിച്ചത് കാരണം എനിക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ ഇനി ഒരു ബലി അവശേഷിക്കുന്നില്ല. ഇനി അവശേഷിക്കുന്ന എന്താ? നീതിയുടെ കാത്തിരിപ്പും വിഴുങ്ങിക്കളയുന്ന അഗ്നിയുടെ ക്രോധവും മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ എന്ന ഹെബ്രായ 10:26 മുതലുള്ള വചനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോ ഇവരെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്തെന്നാൽ അവർ ദൈവത്തിന്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സ്രഷ്ടാവിലും ഉപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ആമേൻ. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. നിന്ദ്യമായ, നമ്മുടെയൊക്കെ കൺമുമ്പിൽ കണ്ടത് മ്ലേച്ഛമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. നമ്മൾ ഈ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും, ഈ പ്രകൃതി വിരുദ്ധ തരത്തിലുള്ള ബന്ധങ്ങളിൽ നമ്മുടെ ഒരുമിച്ചൊക്കെ നടക്കും, നമുക്ക് കാണാൻ പറ്റും. വചനം അടുത്ത വചനങ്ങളിൽ പറയുന്നത് തന്നെയാണ്. നിന്ദ്യമായ വികാരങ്ങൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അവരുടെ സ്ത്രീകൾ സ്വാഭാവികമായ ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. സ്ത്രീയും പുരുഷനുമായിട്ടുള്ള സ്വാഭാവികമായ പ്രകൃതിയുടെ നിയമമായ ബന്ധത്തിന് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായിട്ടുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പര ആസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. ഹല്ലേലൂയ. ഞാന്
ഓസ്ട്രേലിയ ചെന്ന സമയത്ത്, കഴിഞ്ഞ നോമ്പ് കാലത്ത് ധ്യാനിപ്പിക്കാൻ ചെന്ന സമയത്ത്, സർഫേസ് പാരഡൈസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടല്ലോ. അത് ഇങ്ങനെ ഒരു ബീച്ചിന് അടുത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ഒരു ധ്യാനം തീരുന്ന അവസാന ദിവസം ഞാനൊരു ഫാമിലിയുടെ കൂടെ താമസിച്ചത്. അരിസ്മനടുത്തുള്ള ഒരു കുടുംബമായതുകൊണ്ട് അവർ വികാരിച്ചതിൻ്റെ പെർമിഷനൊക്കെ മേടിച്ച് ഞാൻ അവരുടെ കൂടെ ഒരു 2-3 ദിവസം താമസിച്ചു. ഞാനാണെങ്കിൽ ഈ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് നമ്മൾ ടയേർഡായിട്ടാണ് വൈകിട്ട് വീട്ടിലേക്ക് വരുന്നത്. ഞാൻ വിചാരിച്ച് വീട്ടിൽ വന്ന് എല്ലാം കഴിച്ചിട്ട് കിടന്നുറങ്ങാലെന്നൊക്കെ വിചാരിച്ചെന്നൊക്കെ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ നമുക്ക് അച്ഛൻ വന്നതല്ലേ, ധ്യാനത്തിന് തിരക്കായിരുന്നില്ല ഈ ദിവസങ്ങൾ, അതുകൊണ്ട് അവസാന ദിവസത്തേക്ക് ആയിരിക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ ഭക്ഷണം നമുക്ക് പുറത്തു പോയി കഴിക്കാം, അങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വല്ലാത്ത ചതി ചെയ്ത്, ഒടിച്ചതിയാണ് കാണിച്ചത്. എങ്ങനെയെങ്കിലും ഒന്ന് നടുനേരെയാക്കാം, ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണല്ലോ എല്ലാവരും ധ്യാനം. 5 മണിക്ക് നിന്ന് കഴിഞ്ഞാൽ 9-9:30 വരെ ഒറ്റയടിക്ക് നമ്മൾ നിൽക്കണ്ടേ. അപ്പോൾ നമ്മൾ പിന്നെ പകൽ കുറേ കൗൺസിലിംഗ് പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ടയർഡായിരിക്കും. പറഞ്ഞു, അച്ഛാ ഞങ്ങൾ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല അച്ഛാ, അച്ഛന് ഒട്ടും പറ്റില്ലെങ്കിൽ ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, കാരണം അപ്പോൾ ഇത് പറഞ്ഞു തീരുന്ന അയലൊക്കത്തെ വീട്ടിലുള്ള ആ ഫാമിലിയും ഇവരുടെ റിലേഷനൊക്കെ വന്ന് വണ്ടിയൊക്കെ ആയിട്ട് വന്ന് എല്ലാവരും കൂടിയാണ്, ഒരാളൊന്നുമല്ല. അപ്പോൾ ഞാനിപ്പോൾ വരുന്നില്ലെന്ന് പറഞ്ഞാൽ ഇവരുടെ കംപ്ലീറ്റ് പ്ലാനിങ് പൊളിയും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം. അങ്ങനെ ഈ സർഫേസ് പാരഡൈസ് എന്ന് പറയുന്ന ഒരു സ്ഥലം രാത്രിയൊക്കെ ആക്റ്റീവാണത്, ഭയങ്കര ആക്റ്റീവാണ്. അത് നമുക്ക് അവിടെ ഒന്ന് കയറാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു ഭക്ഷണത്തിൻ്റെ ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ അവർ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കയറി ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. അപ്പോൾ ഭക്ഷണം ആദ്യം കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബീച്ചിൻ്റെ സൈഡിൽ കൂടി നടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു സ്ട്രീറ്റ് ഉണ്ട്. ഈ സർഫേസ് പാരഡൈസിൽ തന്നെ ഒരു സ്ട്രീറ്റ് ഉണ്ട്. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ നോഹയുടെ കാലം പോലെയാണ്. നമ്മൾ പെട്ടെന്ന് പുറത്തേക്ക് വരും, അധികം അങ്ങോട്ട് പോവുകയല്ല. സൈഡിലൊക്കെ നല്ല യുവാക്കൾ വെള്ളമടിച്ച് കഞ്ചാവടിച്ച് പാമ്പായിട്ട് സൈഡിൽ കിടന്ന് ഇഴയും പിടിക്കവും, ആണും കൂടിയും കെട്ടിപ്പിടിച്ച് കിടക്കും, പെണ്ണും കൂടിയും കിടക്കും. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നോഹയുടെ കാലഘട്ടം പോലെ എന്നൊക്കെ പറയല്ലേ, അതുപോലത്തെ ഒരു സാഹചര്യം. അപ്പോൾ നമ്മളിങ്ങോട്ട് ചെല്ലുമ്പോൾ ഞങ്ങളൊരു 4-5 പേര് ബാക്കിയുള്ളൊരു ബാക്കപ്പ് ചെയ്തു. അവരൊരു വണ്ടിക്കുള്ളവർ പോയി, ഞാൻ ഈ ഫാമിലിയുടെ കൂടെ ഞങ്ങൾ മാത്രമായി. അവരങ്ങോട്ട് പോയി. ഇവർക്ക് എന്നെയും കൂടി ഇത് കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ട് അങ്ങനെ പോന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ അങ്ങോട്ടും ഒന്നും ഒതിയൊന്നും നോക്കണ്ട, നമുക്ക് അവിടെയും വരെ കുറച്ചങ്ങോട്ട് ദൂരം പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരാം, ഇതൊക്കെ അറിഞ്ഞിരിക്കുന്ന നല്ലതാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി. ഒരു 10-50 മീറ്റർ വല്ല ഞങ്ങൾ സഞ്ചരിച്ച് കാണും. അപ്പോഴേക്കും ആ സൈഡിൽ അങ്ങോട്ട് കിടന്ന് ഒരുത്തൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കാനായിട്ട് ചാടി. ഞാൻ നമ്മളിത് ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ അങ്ങനെ ആലോചിച്ചും ആഗ്രഹിച്ചും അല്ലല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നാളെ ഒരുത്തൻ അവിടെ നിന്ന് ഓടി ഇങ്ങോട്ട് വരുവാ. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ ചേട്ടൻ എന്നെ പിടിച്ച് വലിച്ചു മാറ്റി. പയ്യനും ഉണ്ടായിരുന്നു, മകനും ഉണ്ടായിരുന്നു. അവരെന്നെ പയ്യ മാറ്റി ഇങ്ങോട്ട് വന്നു. ഇവരിങ്ങനെ കിടന്ന് നമുക്ക് കാണുമ്പോണ്ടല്ലോ എന്തൊക്കെയായി കാട്ടിക്കൂട്ടുന്നതെന്നറിയാമോ? ഒന്നിനൊരു ബോധമില്ല, ഒരെണ്ണത്തിനും ബോധമില്ല. പിന്നെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അധികം സമയം നിൽക്കാൻ പറ്റില്ല. ഇതിന് എന്നെ ആശ്ചര്യപ്പെടുത്തിയ വേറൊരു കാര്യമാണ്, ഞങ്ങളിങ്ങനെ ആ ഒരു സ്ഥലത്ത് അപ്പോൾ പോലീസുകാരൊക്കെ ഉണ്ട്. കാരണം ഇവരെ എപ്പോൾ വേണമെങ്കിലും വയലൻ്റ് ആകാം. ഇവർ കംപ്ലീറ്റ് അലമ്പായതുകൊണ്ട് കഞ്ചാവ് അടിച്ച് വെള്ളം അടിച്ച് കംപ്ലീറ്റ് ഫ്രീഡത്തിലാണ് ഇവർ കിടക്കുന്നത്. പെണ്ണും ആണൊക്കെ കിടക്കുന്നുണ്ട്. ഇവർക്ക് എന്താ ചെയ്യാൻ പോകുന്ന അവർക്ക് തന്നെ അറിയത്തില്ല. അപ്പം അതുകൊണ്ട് കുറച്ച് പോലീസുകാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഇവർ പോലീസുകാരൊക്കെ ആയിട്ട് സംസാരിക്കുകയും തമാശ പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഞങ്ങൾ ആ ഡെഡ് എൻഡ് എത്താറായപ്പോൾ ഒരു 4-5 പേര് യുവാക്കൾ അവർ വട്ടം നിന്നിട്ട് ഏതൊരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു, ഏതൊരു മിനിസ്ട്രിയുടെ ഭാഗമാണെന്ന് തോന്നുന്നു. ഈ 4-5 പേര് ചുറ്റും നിന്ന് തോളത്ത് കൈയിട്ടിട്ട് ഇവന്മാർ 5-6 യുവാക്കൾ അവിടെ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. ഈ പുറത്ത് നിൽക്കുന്നവർ അവിടെ വന്നിട്ട് ഇവരെ കാർക്കിച്ച് തുപ്പുന്നുണ്ട്, അടിക്കാൻ നോക്കുന്നുണ്ട്. പോലീസ് പിടിച്ച് മാറ്റും, കാരണം അവർക്ക് ഫ്രീഡം ഉണ്ട്. നമുക്ക് എല്ലാത്തിനും അതിൻ്റെ ഫ്രീഡം ഉണ്ട്. നമുക്ക് അവിടെ കുടിക്കാനും ഫ്രീഡം ഉണ്ട്, കിടക്കാനും ഫ്രീഡം ഉണ്ട്. അതുപോലെ അവൻ വിശ്വസിക്കുന്ന കാര്യം പറയാനുള്ള ഫ്രീഡം ഉണ്ട്. ഇവന്മാർ 4-5 പേര് ഇങ്ങനെ അങ്ങോട്ട് ഒന്നും നോക്കുന്നില്ല. ഇവന്മാർ പുറത്തിട്ടൊക്കെ വന്നവന്മാർ തല്ലുന്നൊക്കെ ഉണ്ട്, അടിക്കുന്നൊക്കെ ഉണ്ട്. ഈ പോലീസുകാരൊന്ന് പിടിച്ചു മാറ്റും, ഇവർ മാറുന്നൊന്നുമില്ല. ഇവരവിടെ നിന്നും കൂടി 4-5 പേര് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈ ചുറ്റുപാടും കിടക്കുന്ന തങ്ങളുടെ പ്രായം വരുന്ന യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആലോചിക്കായിരുന്നു, നമ്മൾ പോലും ചെയ്യല. അല്ലെങ്കിൽ വന്ന് കാർക്കിച്ച് തുപ്പവും അടിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ എത്ര പേര് നിൽക്കും. ഇവന്മാരവിടെ നിന്ന് ഇങ്ങനെ അവരും പോയൊന്നുമില്ല, ഞങ്ങൾ പോന്നപ്പോഴും അവൻ പോയി. അപ്പോൾ എൻ്റെ കൂടെ വന്ന ചേച്ചിമാർക്കും പിള്ളേർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായി. അപ്പോൾ നമുക്ക് വേഗം പോയേക്കാം. എന്നെ വലിച്ചവർ, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവരുടെ കൂടെ കൂടാന്നൊക്കെ വിചാരിച്ച് നിൽക്കുമായിരുന്നു. 2 അടി കിട്ടിയാൽ ഇവന്മാരാരാണെന്നൊക്കെ അറിയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഗ്രൂപ്പ് ആരാണെന്നേ അറിയണമെന്നൊക്കെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ നമുക്ക് വേഗം പോയേക്കാന്ന് പറഞ്ഞ് ഇതൊന്നും അച്ഛനെ കാണിക്കാൻ വേണ്ടി വന്നാണ്, ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ വഷളാവെന്ന് പറഞ്ഞ് ഇവർ തന്നെ എന്നെ വലിച്ചിങ്ങോട്ട് പോരുക. ദൈവത്തെ ആരാധിക്കാൻ വിസമ്മതിക്കുമ്പോൾ
പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിലേക്ക് പോലും കടന്നു പോകാൻ തുടങ്ങും. അതായത് ഏറ്റവും മ്ലേച്ഛമായ ഒരുവന്റെ സാഹചര്യത്തിലേക്ക്, സാധ്യതയിലേക്ക് പോവുക. അതുകൊണ്ടാണല്ലോ ധൂർത്തപുത്രൻ ദൈവസ്നേഹം നകന്നപ്പോൾ അവൻ പന്നിക്കൂട്ടിലെത്തി. പന്നി തവിട് തിന്നുന്ന ഒരവസ്ഥയൊക്കെ. ഏറ്റവും മണമുള്ള സ്ഥലമാണ് എവിടെ, അല്ലേ? പന്നിനെ എത്ര കുളിപ്പിച്ചാൽ അവൻ. ഞാൻ എൻ്റെ തിയോളജി പഠനകാലത്ത് അച്ഛനാകുന്ന 9 വർഷത്തിലൊക്കെ പന്നിനെ കുളിപ്പിക്കാനൊക്കെ ആയിട്ട് കിട്ടിയായിരുന്നു സെമിനാറില്. അപ്പൊ എല്ലാ ദിവസവും അതാണെങ്കിൽ ഒരു ഇങ്ങനെ കിടങ്ങ് പോലത്തെ ഒരു സ്ഥലമുണ്ട്, അതിനകത്ത് വെള്ളം ഒഴിച്ചെടുക്കുക, അതിനകത്ത് ഔട്ട്ലെറ്റ് ഒന്നുമില്ല, ഇത് മുഴുവൻ വാരി കളയണം എല്ലാ ദിവസവും. വൈകിട്ടാകുമ്പോൾ മുഴുവൻ വാരി കളഞ്ഞിട്ട് നമ്മൾ ഫ്രഷ് വെള്ളം നിറയ്ക്കും. വൈകിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ അതിനേക്കാളും മോശമായിട്ട് ഇത് മാറും. അപ്പോൾ നമുക്കറിയാം എന്തോരം സ്മെല്ലുണ്ട്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ കളിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ പോകുമ്പോൾ, ചായ കുടിക്കാനൊക്കെ പോകുമ്പോൾ എന്ത് സ്ട്രെയിനാണെന്നറിയാമോ? പരിപ്പോട കയ്യിലെടുത്ത് കഴിച്ചാലും പരിപ്പോടയുടെ സ്മെല്ലായിരിക്കുമല്ല വരുന്നത്. അത്രയും നല്ല സ്മെല്ലായിരിക്കും വരുന്നത്. അത്രയും മലിനമാക്കപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് ഒരാത്മാവ് അധപ്പതിക്കുക എന്ന് പറഞ്ഞാൽ, ആത്മാവിനെ സ്വർഗം അസൂയയോടെ അപേക്ഷിക്കുന്ന, അത്ര കണ്ട് സ്നേഹിക്കുന്ന ഒരാത്മാവ് ആ സ്നേഹത്തെ വിച്ഛേദിച്ചിട്ട് അതിനേക്കാളും വില കുറഞ്ഞ മറ്റെന്തിലോ ഈ സന്തോഷം കണ്ടെത്താൻ തുടങ്ങുമ്പോൾ, അത് വചനം പറയുന്ന പോലെ പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിലേക്ക് പോലും, സ്വാഭാവികമായ ബന്ധങ്ങളിലേക്ക് പോലും, ഏറ്റവും മ്ലേച്ഛകരമെന്ന് ലോകം വിളിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് പോലും ആത്മാവ് അധപ്പതിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വചനം പറയുന്നത്. സത്യമാണ് താനും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ദൈവമായി അംഗീകരിക്കുക, ആരാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എൻ്റെ ഭാര്യയെ എൻ്റെ ഭാര്യയായിട്ട് എനിക്ക് കാണാൻ പറ്റണം, എൻ്റെ അമ്മയെ എനിക്ക് അമ്മയായിട്ട് കാണാൻ പറ്റണം, എൻ്റെ അപ്പനെ അപ്പനായിട്ട് കാണാൻ പറ്റണം. അതിനാണല്ലോ വെളിച്ചെന്ന് പറയുന്നത്. നമ്മുടെ ആന്തരിക നയനങ്ങൾ തുറക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, കണ്ണുണ്ടായിട്ട് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആത്മീയ അന്ധത എന്ന് പറഞ്ഞത് കണ്ണുണ്ടായിട്ടും കാണാതിരിക്കുന്നതിനെയാണ്. അപ്പൊ ആന്തരിക മനുഷ്യന്റെ വെളിച്ചം എന്ന് പറയുന്നത് അവന്റെ നയനങ്ങളുടെ തെളിച്ചം എന്ന് പറയുന്നത്, എൻ്റെ ഭാര്യയെ ഭാര്യയായിട്ടും ഭർത്താവിനെ ഭർത്താവായിട്ടും അമ്മയെ അമ്മയായിട്ടും അപ്പൻ അപ്പനായിട്ടും മൃഗത്തെ മൃഗമായിട്ടും ഒക്കെ കാണാൻ പറ്റുന്നതാണ് ഈ തെളിച്ചം എന്ന് പറയുന്നത്. ചില സമയത്ത് കൗൺസിൽ മുറിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം മൃഗത്തെ പോലും ലൈംഗിക സുഖത്തിന് ആസ്വദിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്താന്ന് പറഞ്ഞത് ആലോചിച്ച് നോക്കി. വീട്ടിൽ വളർത്തുന്ന കോഴിയെ പോലും വെറുതെ വിടുകയല്ലെന്ന് പറഞ്ഞതെന്ന് നിങ്ങളത് ആലോചിച്ച് നോക്കി. അവസാനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് കീറിയെടുക്കാൻ. അത്ര പരിതാപകരമായ അവസ്ഥ. അത്രയും അധപ്പതിക്കണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എത്ര കണ്ട് അവൻ ദൈവത്തെ ആരാധിക്കാത്തവനാണ്, ദൈവത്തെ അംഗീകരിക്കാത്തവനാണ്, ദൈവസ്നേഹം ഇല്ലാത്തതാണ്. എപ്പോഴൊക്കെ ഈ സ്നേഹത്തിൽ പരിക്കുകളേക്കുമ്പോൾ, സ്നേഹബന്ധത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, നമ്മൾ അതിനേക്കാളും വില കുറഞ്ഞൊരു സ്നേഹത്തിലേക്ക് നമ്മൾ അറിയാതെ ശത്രു നമ്മളെ തള്ളിയിടുന്നുണ്ട്. അതിനെയാണ് സഭ പാപം എന്ന് വിളിക്കുന്നത്. അതാണ് പാപം. അതിപ്പോൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വില എന്താണെന്ന് അറിയാതെ നമ്മൾ നമ്മളെ തന്നെ വില കുറഞ്ഞ എന്തിലേക്കും നമ്മളെ തള്ളിയിടുമ്പോൾ ദാറ്റ്സ് എ സിൻ. ഹല്ലേലൂയ. നമ്മുടെ വില എന്താ നമ്മൾ അറിയണമെന്ന് നമ്മൾ വിലയുള്ളവരാന്നേ. നമ്മൾ വില കുറഞ്ഞവരോ വില കെട്ടവരോ ഒന്നുമല്ല, നമ്മൾ വിലയുള്ളവരാണ്. അതാണ് 1 പത്രോസ് 1:18 വായിച്ച. 1 Peter chapter 1 verse 18. പിതാക്കന്മാരിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്നും നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശിച്ചു പോകുന്ന ഏതെങ്കിലും വസ്തുവിനാൽ അല്ല. ലോകത്തിന്റെ മുമ്പിൽ സ്വർണ്ണവും വെള്ളിയൊക്കെ വിലയുള്ളതാണ്, അല്ലേ? സ്വർണത്തിന് വെള്ളിക്കൊക്കെ നല്ല വിലയില്ല ഇപ്പോ. ഇതൊന്നും സ്വർണത്തിന്റെ ഒക്കെ റെക്കോർഡ് വിലയിലാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു ഇപ്പൊ, അല്ലേ? എത്ര രൂപയായി? എത്ര? കണ്ടോ, കൃത്യം അറിയാം എത്ര. അതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം പത്രത്തിൽ എവിടെയോ ഫ്രണ്ട് പേജിൽ എങ്ങാണ്ട് കിടപ്പുണ്ടായിരുന്നു. സ്വർണത്തിന്റെ റെക്കോർഡ് വില എന്നൊക്കെ പറഞ്ഞു 60 രൂപ എങ്ങാണ്ടായി. പിന്നെ അതിന്റെ പണിക്കൂലി ഇതൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ അതിൽ കൂടുതൽ പോകും, അല്ലേ? ലോകത്തിന്റെ കണ്ണുകളിൽ നല്ല വിലയുള്ളതാണ് ഈ സ്വർണവും വെള്ളി എന്നൊക്കെ പറയുന്നത്. പക്ഷെ വചനം പറയാണ്, നാം വീണ്ടെടുക്കപ്പെട്ടത് സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല. മറ്റൊരു വാക്യം പറഞ്ഞാൽ, ലോകത്തിന്റെ വിലയാലല്ല നാം വീണ്ടെടുക്കപ്പെട്ടത്. ഒന്നുമല്ല. ലോകത്തിന് എന്ത് പകരം കൊടുത്താലും നമ്മുടെ വീണ്ടെടുപ്പ് സാധ്യമാകില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? പിതാവായ ദൈവം തൻ്റെ പുത്രന്റെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്തു. അതിനെ വായിച്ചു നോക്കിയേ. സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, മറിച്ച് കറയോ
കളങ്കമോ ഇല്ലാത്ത പരിശുദ്ധമായ കുഞ്ഞാടിൻ്റെതുപോലുള്ള യേശുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ നാം വീണ്ടെടുക്കപ്പെട്ടത്. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി സ്വർഗം കൊടുത്ത വില പുത്രന്റെ അവസാനത്തുള്ളി രക്തത്തിന്റെ വിലയാണ്. മറ്റൊരു വാക്യം പറഞ്ഞ നമ്മൾ വിലയുള്ളവരാണ്. എന്റെ വില മനസ്സിലാക്കി ഞാൻ വിലകെട്ടതിന്റെ പുറകെ പോകോ? ഞാൻ ഈ വിലകെട്ടതിന്റെ പുറകെ പോകുന്നതന്നെ എനിക്ക് എന്റെ വില അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ലേ. ഒരുവൻ അവന്റെ വില മനസ്സിലായാൽ, അവന്റെ വിളി മനസ്സിലായാൽ, അവന്റെ ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വിലകെട്ടതിന്റെ പുറകെ പോകുകയല്ല. പന്നിക്കുട്ടി കിടക്കുന്ന കാര്യമുണ്ടോ? അവൻ മകനല്ലേ? ആണോ? ആരായിരുന്നു അവൻ? മകനാണ്, അപ്പന്റെ മകനാണ്. മകൻ ഈ പന്നിക്കുട്ടി കിടക്കേണ്ട കാര്യമുണ്ടോ? പന്നി തിന്നുന്ന തവിട് തിന്നേണ്ട കാര്യമുണ്ടോ? അവൻ തന്നെ സ്വഭാവം ഉണ്ടായി പറഞ്ഞു, അയ്യോ എൻ്റെ വീട്ടിലെ വേലക്കാര് എത്ര സുഭിക്ഷമായിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നു, അപ്പൊ മകനായിരിക്കുന്ന ഞാൻ താണ്ടെ പന്നിക്കൂട്ടി കിടന്ന് പന്നി തിന്നുന്ന തവിട് തിന്നുക. അവന് വില മനസ്സിലായി, ഞാൻ മകനാണെന്നുള്ള ബോധ്യം കിട്ടിയപ്പോ അവൻ എന്ത് ചെയ്തു? അവൻ തിരിച്ചു നടന്നു എന്ന വചനം പറയുന്നത്. റിട്ടേൺ ടു ഹിസ് ഫാദേഴ്സ് ലവ്. ആ ദൈവ സ്നേഹത്തിലേക്കാണ് അവൻ തിരിച്ചു നടന്നത്. ഇപ്പൊ എന്താ സംഭവിച്ചെന്നറിയോ? ആ സ്നേഹത്തിൽ നിന്നും അകന്നു പോയപ്പോൾ എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയോ അതെല്ലാം ആ സ്നേഹത്തിലേക്ക് തിരിച്ചു നടന്നപ്പോ അവന് തിരിച്ചു കിട്ടുന്ന അനുഭവം ഉണ്ടായി. അവനവന്റെ ഐഡന്റിറ്റി റിയലൈസ് ചെയ്തു. അവന്റെ ഐഡന്റിറ്റി, ഞാൻ മകനാണ്, ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണ്. എനിക്ക് വേണ്ടിയാണ് ഈശോ കാൽവരിയിൽ രക്തം ചിന്തിയത്. എന്നെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് അവൻ തൻ്റെ ചങ്കിൽ അവസാനത്തുള്ളി രക്തവും ചിന്തിയത്. ആ രക്തത്തിന്റെ വിലയുണ്ട് എനിക്കെന്ന് ഒരു ദൈവ പൈതൽ തിരിച്ചറിയുമ്പോൾ നമ്മുടെ വിലയുണ്ടല്ലോ, നമ്മളിപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വിലയേക്കാളും ഉന്നതമായ വിലയാവും, നാട്ടുകാരിട്ടിരിക്കുന്നതിനേക്കാളും വിലയുള്ളവരാണ് നമ്മളെന്നുള്ള ബോധം നമുക്കുണ്ടാകാൻ തുടങ്ങും. നമ്മുടെ ഐഡന്റിറ്റി തിരിച്ചറിയാന്നുള്ളത്, നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം. യേശുവിൽ നമ്മൾ വിലപ്പെട്ടവരാണ്, യേശുവിൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്, യേശുവിൽ നമ്മൾ സ്വന്തമാക്കപ്പെട്ടവരാണ്, യേശുവിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, യേശുവിൽ നമ്മൾ സൗഖ്യമാക്കപ്പെട്ടവരാണ്. ഇതൊരു റിയലൈസേഷനാണ്, ഒരു തിരിച്ചറിവാണ്, ഒരു സത്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. ഇത് കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ വില കുറഞ്ഞതിൻ്റെയും വിലകെട്ടതിൻ്റെയും പുറകെ പോകുന്നത്. ഒരുവൻ നിർത്തുന്നത് തനിക്ക് വിലയുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ്. ഹല്ലേലൂയ. എന്നുള്ളത് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഞാൻ ഈ ലോഹയൊക്കെ ഇട്ട് നടക്കുമ്പോൾ ഇവിടെ താഴേക്ക് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവിടെ ഒരു കള്ള് ഷാപ്പുണ്ട്. കുടിയന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ധ്യാനം കഴിയുന്നത് വരെ താഴോട്ടൊന്ന് പോയേക്കരുത്. ഓക്കെ. അപ്പോൾ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു കള്ള് ഷാപ്പുണ്ട്. ഞാൻ ഈ ലോഹയൊക്കെ ഇട്ട് അവിടെ പോയിരുന്ന് കള്ള് കുടിക്കുവാണെങ്കിൽ നിങ്ങൾ എന്നാ പറയും? നിങ്ങൾ വിശ്വാസം നടപ്പെടുന്നൊക്കെ പോട്ടെ, നിങ്ങൾ എന്നാ പറയും? ഞാൻ അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ അവിടെ പോകും, നിങ്ങൾ വണ്ടി അവിടെ നിർത്തി, പോകുന്ന വഴിക്ക് അവിടെ നിർത്തി ഷോപ്പിലേക്ക് നോക്കിയപ്പോൾ താണ്ടെ ലോഹയൊക്കെ ഇട്ട് വിജിലച്ചൻ അവിടെ ഇരുന്ന് കള്ളു കുടിച്ചുകൊണ്ടിരിക്കും. പറയും, അച്ഛൻ നേരത്തെ വിളിക്കത്തില്ലായിരുന്നു, അച്ഛനെന്തിനാ ഒറ്റയ്ക്ക് പോയി, ഞങ്ങളെ വിളിച്ചാൽ പോരായിരുന്നോ, കമ്പനിക്ക് വരായിരുന്നല്ലോ എന്ന് പറയുമായിരിക്കും. ചിലവർ അങ്ങനെ പറയുമായിരിക്കും. നിങ്ങളാണെങ്കിൽ എന്നാ പറയും? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചിന്തിക്കും? പറയണ്ട, നിങ്ങൾ ഇപ്പൊ പറയുന്നല്ലോ എല്ലാം മനസ്സിൽ നമ്മൾ ചിന്തിച്ചു കൂട്ടും. നിങ്ങൾ എന്നാ ചിന്തിക്കും? പുള്ളി കൊള്ളാൻ കേട്ടോ, എന്നാലും ഓയൊക്കെ ഇട്ട് പോയിരുന്നു, താണ്ടെ നല്ല തട്ട അടിക്കുന്നു, നല്ല അടിയാ അടിക്കുന്നത്, കാണുന്ന പോലെയൊന്നും അല്ല. എന്തോ അതെ അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടോ? പറ. ഇല്ല. നിങ്ങൾ എന്തെങ്കിലും കമന്റ് പറയല്ലേ? പറയൂല്ലയോ? പറയും. നല്ല കമന്റ് ആയിരിക്കോ ചീത്തയായിരിക്കോ? ചീത്ത കമന്റേ പറയുള്ളൂ അല്ലേ? കാരണം എന്താ? എൻ്റെ വിലയ്ക്കും നിലയ്ക്കും ചേരാത്ത കാര്യമാണ് ഞാൻ ചെയ്തത്. അങ്ങനെയെങ്കിൽ ദാമ്പത്യത്തിന്റെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ ഞങ്ങൾ പറയുന്നല്ലോ, കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് ചെയ്യാം, ഞങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്തുള്ളൂ. നിങ്ങൾക്ക് വീട്ടിൽ കിടന്ന് തല്ലുണ്ടാക്കാം, ഭാര്യയ്ക്കും ഭർത്താവും കൂടി കുറ്റി അടി നടത്താം. രണ്ട് കട്ടിലിൽ കിടക്കുന്നതിന് കുഴപ്പമില്ല, കട്ടിലെ മീതെ കട്ടിലെ താഴെ കിടക്കുന്നതിനും കുഴപ്പമില്ല, ഡൈവോഴ്സിന് അപേക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് കുഴപ്പമില്ല അല്ലേ? ഭാര്യയെ തെറി വിളിക്കുന്നതിന്, ഭർത്താവിനെ തല്ലുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. അതും വിളിയല്ലേ?
ഏറ്റവും പൗരോഹിത്യം പോലെ തന്നെ സമാനമായ വിലയുള്ള വിളി തന്നെയാണ് കുടുംബജീവിതത്തിലേക്കും ദാമ്പത്യത്തിലേക്കുള്ള വിളി. സഭയുടെ ഔദ്യോഗിക പഠനം പഠിപ്പിക്കുന്നതിനാ പൗരോഹിത്യത്തിലേക്കുള്ള വിളി കുടുംബജീവിതത്തിലേക്കുള്ള വിളിയേക്കാൾ അല്പം പോലും മേന്മ അർഹിക്കുന്നതോ അതിനേക്കാളും താഴ്ന്നതോ അല്ല. രണ്ടും വിശുദ്ധിയിലേക്കുള്ള സമാനമായ വിളി തന്നെയാണ്. ചിലർ കുടുംബജീവിതത്തിലേക്കുള്ള വിളി തെരഞ്ഞെടുത്തു, ചിലർ പൗരോഹിത്യ സന്യാസ ജീവിതത്തിലേക്കുള്ള വിളി തിരഞ്ഞെടുത്തു. രണ്ടും വിശുദ്ധ ജീവിതത്തിലേക്കുള്ള വിളിയാണ്. ഒന്നൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതല്ല എന്നാ പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയും കുടുംബജീവിതം അങ്ങനെ പറയാൻ പാടില്ല, എന്നാലും പറയും കുടുംബജീവിതം അല്പം കൂടി മെച്ചപ്പെട്ടതാണെന്ന് പറയും. കാരണം എന്താ? നല്ല കുടുംബങ്ങളിലെ നല്ല പൗരോഹിത്യവും നല്ല സന്യസ്ത ജീവിതങ്ങളും ഉണ്ടാകുള്ളൂ. നല്ല വൈദികരും നല്ല സന്യസ്തരും ഉണ്ടാകുന്നത് നല്ല കുടുംബങ്ങളിലാണ്. നല്ല കുടുംബങ്ങളിൽ വിശ്വാസവും പ്രാർത്ഥനയും വിശുദ്ധിയും സ്നേഹവും ഐക്യമുള്ള കുടുംബങ്ങളിലാണ് നല്ല പൗരോഹിത്യവും നല്ല സഭാസ്നേഹമുള്ളവരും വിശുദ്ധ ജീവൻ നയിക്കുന്ന തലമുറ ഉണ്ടാകുന്നേ. ഇതിനകത്ത് മാലിന്യം വന്നിട്ട്, ഇതിന് കളങ്കം ഉണ്ടായിട്ട് അതിൽ നിന്ന് ജനിച്ച യോഹന്നാൻ ശ്ലീഹ പറയുന്ന പോലെ 3-ാം അധ്യായത്തിൽ പറയാം, ആത്മാവിൽ നിന്ന് ജനിച്ചത് ആത്മാവും ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡികവുമാണ്. പാപത്തിൽ ജന്മം കൊടുത്ത, ജഡത്തിൽ മാത്രം ജന്മം കൊടുത്ത, മദ്യത്തിലും അശുദ്ധിയിലും ഒക്കെ ജന്മം കൊടുത്ത തലമുറകൾക്ക് അതിന്റെ ഡിഫക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിനെ തന്നെ പറയാൻ പറ്റും. ജഡത്തിൽ നിന്ന് ജനിച്ചതാ, ജഡികമായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ വിളിയും നമ്മുടെ തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ എപ്പോഴും നമ്മൾ തീഷ്ണമതികളായിരിക്കണമെന്നാണ് പത്രോസിന്റെ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ വചനം പറയുന്നത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ വീണു പോകുകയില്ല. കുടുംബജീവിതത്തിലേക്കുള്ള വിളിയാണോ? ഇത് ഉറപ്പിക്കുന്നതിൽ നിങ്ങൾ തീഷ്ണതയുള്ളവരായിരിക്കും. പൗരോഹിത്യത്തിലേക്കുള്ളതാണോ? സമർപ്പണ ജീവിതത്തിലേക്കുള്ളതാണ്. ഇത് ഉറപ്പിക്കുന്നതിൽ നിങ്ങൾ തീഷ്ണതയുള്ളവരായിരിക്കും. അങ്ങനെ ചെയ്താൽ നിങ്ങൾ വീണു പോവുകയില്ല എന്നാ വചനം പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.